പ്രിയമുള്ളവരെ കേൾക്കുക. പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതുവരെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്തൊക്കെയാണ് നേടിയെടുക്കുന്നത്? ഇങ്ങനെ കഷ്ടപ്പെടുന്നതിൻ്റെ കാരണമെന്താണ്? ജോലി ചെയ്യുന്നതായ ആളുകൾ അവരവരുടെ ജോലികൾ ചെയ്യുന്നു. അതുപോലെ ബിസിനസ് ചെയ്യുന്നതായ ആളുകൾ ബിസിനസ് ചെയ്യുന്നു. സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇങ്ങനെ കഷ്ടപ്പെട്ടാലേ പണം സമ്പാദിക്കാൻ കഴിയൂ. ഈ ലോകത്തിൽ ജീവിക്കുന്നവരായ നാം എല്ലാവരും തന്നെ വളരെ കഷ്ടപ്പെടേണ്ടത് ആവശ്യമാണ്. കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ, അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രതിഫലമായി കുറച്ച് പണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമായി കിട്ടുന്ന ശമ്പളം നേടിക്കൊണ്ട് നമ്മുടെ ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനുമൊക്കെ നമ്മൾ ചിലവഴിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. എല്ലാവരുടെയും ആഗ്രഹം, എല്ലാവരുടെയും ദൃഷ്ടി ആഹാരം, പാർപ്പിടം, വസ്ത്രം ഇതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നില്ല. നമുക്കിതിനെ ആധാരമാക്കിക്കൊണ്ടൊരു വേദവാക്യം വായിക്കാം. സദൃശവാക്യങ്ങൾ 30-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം ഒരു നിമിഷം നമുക്ക് വായിക്കാം. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റേണമേ. നിങ്ങൾ ഷോപ്പിംഗ് മാളിൽ ചെന്നാൽ ഒരുപാട് സാധനങ്ങൾ കാണാൻ കഴിയും. അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണോ? ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ ചെന്നു, ഒരു മെഗാ സൂപ്പർ മാർക്കറ്റിൽ പോയി, അതിൽ നിറയെ ഒരുപാട് സാധനങ്ങളുണ്ട്. അവയെല്ലാം യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളവയാണോ? അല്ല. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ കാണും. എന്നാൽ നമ്മുടെ മനസ്സിൽ ഇതെല്ലാം നമുക്ക് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ഇപ്പോൾ ATM കാർഡുകളുണ്ട്, ഡെബിറ്റ് കാർഡുകളുണ്ട്, അതുപോലെ ക്രെഡിറ്റ് കാർഡുകളും മിക്കവർക്കുമുണ്ട്. എന്നാൽ പണ്ടൊന്നും ഈ സൗകര്യങ്ങളില്ലായിരുന്നു. നമുക്ക് പണം കൊണ്ടുപോയേ തിരികെയുള്ളായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പണം കൊണ്ടുപോകുമ്പോൾ ഒരു 1000 രൂപയോ 2000 രൂപയോ ഒരു 5000 രൂപയോ നമ്മുടെ പേഴ്സിലിട്ടുകൊണ്ട് ഈ 5000 രൂപയിൽ ഒതുങ്ങുന്നതായ സാധനങ്ങൾ വാങ്ങണമെന്ന് നമ്മൾ തീരുമാനിച്ച് ഷോപ്പിങ്ങിന് പോകുമായിരുന്നു, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുമായിരുന്നു. അതുപോലെ തന്നെ അവിടെ ചെന്നാൽ തന്നെ എന്തെല്ലാം വാങ്ങണമെന്നുള്ളതായ ഒരു ലിസ്റ്റ് ഒരു പേപ്പറിൽ നമ്മൾ എഴുതിയിരിക്കുന്നുണ്ടാകും. ഈ മാസം വീട്ടിൽ എന്തൊക്കെയാണ് വാങ്ങേണ്ടത് അവയെല്ലാം വ്യക്തമായിട്ടൊരു പേപ്പറിൽ നമ്മൾ എഴുതുമായിരുന്നു. ഇത്ര കിലോ അരി നമുക്ക് വാങ്ങണം, ഇത്ര കിലോ പഞ്ചസാര വേണം, ഇത്ര കിലോ ഗോതമ്പ് വാങ്ങണം, അല്ലെങ്കിൽ മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, റവ വേണം. ഇവയെല്ലാം നമ്മൾ വളരെ വ്യക്തമായി എഴുതുമായിരുന്നു. ഇതെല്ലാം നമ്മൾ എഴുതിയിട്ട് നമ്മൾ നേരെ പോയി പലചരക്ക് കടയിൽ കടക്കാരൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള എഴുതിയിരിക്കുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് തന്നെ എടുത്ത് നമ്മുടെ കയ്യിൽ തരാനിടയാകും. അത് വളരെ നല്ല കാര്യമായിരുന്നു. 5000 രൂപ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ 4500, 4600, അല്ലെങ്കിൽ 800, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൽ കൂടുതലാവുകയാണെങ്കിൽ ഇന്ന സാധനം കുറയ്ക്കുക, ഇന്ന സാധനം എടുത്തു മാറ്റുക എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. എന്നാൽ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മേൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയില്ലായിരുന്നു. കാരണം നമുക്ക് ആവശ്യമുള്ളതായ സാധനങ്ങൾക്ക് ആവശ്യമുള്ളതായ പണമായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും വന്നിരിക്കുന്നു. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പണം കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഷോപ്പിംഗ് മാളിൽ നമ്മൾ ചെന്നതിന് ശേഷം ഒരു പേന വാങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ പേന നോക്കുമ്പോൾ 4 കളറിലുള്ളതായ പേനകൾ കാണും. ബ്ലൂ കളറും നല്ലതായിട്ട് തോന്നുന്നു, ബ്ലാക്ക് കളറും നല്ലതായിട്ട് തോന്നുന്നു, റെഡ് കളറും നല്ലതായിട്ട് തോന്നുന്നു, യെല്ലോ കളറും നല്ലതായിട്ട് തോന്നുന്നു. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാര്യ ഉണ്ടെന്നിരിക്കട്ടെ. ഏത് കളറാണ് നല്ലത്? റെഡ് കളറാണ് നല്ലതെന്ന് പറയും. റെഡാണോ നല്ലത്? എനിക്ക് വൈറ്റ് നല്ലതായിട്ട് തോന്നുന്നു. എങ്കിൽ രണ്ടും എടുത്തുകൊള്ളുക. ഇത് രണ്ടും ആവശ്യമാണോ? കൂടെ നിങ്ങളുടെ മകനുണ്ടെന്നിരിക്കട്ടെ. എടാ, നിനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടത്. ബ്ലൂ ആണോ നല്ലത്? ശരി, നിനക്ക് ബ്ലൂ ആണ് നല്ലത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നിനക്കൊരു ബ്ലൂ കളർ പേന. അതുപോലെ ഭാര്യയ്ക്ക് റെഡ് കളറാണ് ഇഷ്ടപ്പെട്ടത്, ഭാര്യയ്ക്ക് വേണ്ടിയ റെഡ് കളർ പേന. നിനക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൊത്തം 3 പേനകൾ. ഇത് ആവശ്യമുണ്ടോ? നമ്മുടെ കൺമുൻപിൽ കണ്ടതുകൊണ്ടത് വാങ്ങണം. നിങ്ങൾ ഷോപ്പിംഗ് മാളിൽ ചെന്നാലും മെഗാ മാളിൽ ചെന്നാലും അവിടെ ചെന്ന് നമ്മൾ കണ്ട് വാങ്ങുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളായിരിക്കുമോ? അല്ല. പിന്നെന്തിനാണത് വാങ്ങിച്ചത്? ആകർഷണീയമായി കണ്ടതുകൊണ്ടാണ് വാങ്ങിച്ചത്. ആവശ്യം വേറെയാണ്, ആകർഷണീയത വേറെയാണ്. ഇങ്ങനെ ഉണ്ടാകുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ആവശ്യമുള്ളതായിരിക്കുകയില്ല നമ്മൾ വാങ്ങുന്നത്. ആവശ്യമുള്ളത് വാങ്ങാതെ നമ്മുടെ കൺമുൻപിൽ കണ്ടത് വാങ്ങുന്നു. അതാണ് ഭക്തൻ പറയുന്നത്, വ്യർത്ഥമായ കാര്യങ്ങളുടെ മേൽ എൻ്റെ ദൃഷ്ടി വീഴാതെ കാക്കണമേ. ഇന്ന് പല കുടുംബങ്ങളിലും സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടതിൻ്റെ, പലപ്പോഴും കലഹങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ആവശ്യമുള്ളതല്ലാതെ വ്യർത്ഥമായ പലതും നമ്മൾ കാണുന്നത് കൊണ്ടാണിതൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ ചുറ്റുപാടുകളെ കണ്ടുകൊണ്ട്, വ്യർത്ഥമായ കാര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അവർക്കുള്ളത് കൊണ്ട് എനിക്കും അത് സ്വന്തമാക്കണം, എനിക്കത് വാങ്ങണം. അങ്ങനെ ആകർഷണീയത ഉണ്ടായിട്ട് അവർ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യണം, അതുപോലെ എനിക്കും വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ വാങ്ങി അവസാനം മനസ്സിൻ്റെ സമാധാനത്തെ കെടുത്തുന്നു.
ജീവിതം വളരെ വിചിത്രമായതാണ്. യൗവനപ്രായത്തിൽ നമുക്ക് വളരെ ശക്തിയുണ്ട്, സമയമുണ്ട്, എന്നാൽ പണമില്ല. എന്നാൽ മധ്യവയസ്സാകുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് പണമുണ്ടായിരിക്കും, ആരോഗ്യമുണ്ടായിരിക്കും, എന്നാൽ അനുഭവിക്കാൻ, ആസ്വദിക്കാൻ സമയമില്ല. എന്നാൽ പ്രായമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് സമയമുണ്ട്, പണമുണ്ടെന്നാൽ അനുഭവിക്കുവാൻ ആരോഗ്യം കാണുകയില്ല. ഇതാണ് ജീവിതം. നീ ജനിച്ചതായ സമയത്ത് നിന്നെ കാണാൻ വന്നവരെ നിനക്കറിയുകയില്ല. നിന്റെ മരണശേഷം ആരെല്ലാം നിന്നെ വന്ന് കാണുന്നുവെന്നും നിനക്ക് അറിയില്ല. ജീവിച്ചിരിക്കുന്ന അല്പകാലം സ്നേഹത്തോടെ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, നന്മ പകർന്നു കൊടുക്കുക, സംതൃപ്തിയോടെ ജീവിക്കുക, നിന്റെ ചുറ്റുപാടുമുള്ളവരോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. ഇതിനേക്കാൾ വലിയ അത്ഭുതകരമായ ജീവിതം മറ്റൊന്നും തന്നെ ഇല്ല. ഈ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. ഈ ഭക്തനെ പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എത്ര നല്ലതാണ്. ഏതാണ് ആ പ്രാർത്ഥന? കർത്താവേ, ദോഷമായുള്ള കാര്യങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ. ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒരു നിമിഷം നിങ്ങളുടെ മുഴങ്കാലുകളെ മടക്കുക. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ആ ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഈ ദിവസം ഞങ്ങളും നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. വ്യർത്ഥമായ കാര്യങ്ങളെ ഞങ്ങളുടെ മുൻപിൽ നിന്നും അകറ്റണമേ. അനാവശ്യമായുള്ളതായ ആഗ്രഹങ്ങളെ, ആലോചനകളെ എല്ലാം ഞങ്ങളിൽ നിന്നും അകറ്റണമേ. ഞങ്ങൾ ഭോഷ്ക് പ്രവർത്തിക്കാതിരിപ്പാനായി കർത്താവെ, ദാരിദ്ര്യം ഞങ്ങൾക്ക് നീ നൽകരുതേ. ഞങ്ങൾ നിഗളം കൊണ്ട്, അഹംഭാവം കൊണ്ട് നിറയാതിരിപ്പാൻ ഒരുപാട് സമ്പത്ത് ഞങ്ങൾക്ക് നൽകരുതേ. തന്മൂലം നിന്നെ ഞങ്ങൾ വിട്ടുമാറിയേക്കുമോ? അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സഹായിക്കണമേ. എന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു പിതാവേ. ആമേൻ.